തൃശൂരിൽ മേയർ പദവി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ലാലി ജെയിംസ് രംഗത്തെത്തി. തൃശൂരിൽ കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പ് കളിച്ചാണ് നൂലിൽ കെട്ടിയിറക്കിയ മേയറെ പ്രഖ്യാപിച്ചത് എന്ന് ലാലി തുറന്നടിച്ചു. മേയർ സ്ഥാനം കാശിന് വിറ്റെന്നും ലാലി ആരോപിച്ചു. അതേസമയം ആരോപണം തള്ളിയ DCC ലാലിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ പദവിയിലേക്ക് തഴഞ്ഞതിനു പിന്നാലെ DCC നേതൃത്വത്തെയും കെ.സി. വേണുഗോപാലിനെയും കടന്നാക്രമിച്ച ലാലി ജെയിംസ്. പണം വാങ്ങി മേയർ പദവി വിറ്റെന്ന ആരോപണം. മേയർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കെ.സി. ഗ്രൂപ്പ് കളിച്ചെന്നും അച്ചടക്ക നടപടി ഭയപ്പെടുന്നില്ലെന്നും ലാലി ജെയിംസ്. സാമുദായിക ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ തവണ അവിടെ ഇവിടെയും കയറി നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ അവർ ഒരു വ്യക്തിയെ നൂലും ഇറക്കി കൊണ്ടുവന്നു. ഇവിടെ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിന്റെ ഗ്രൂപ്പാണ് ഇതിവിടെ കളിച്ചിട്ടുള്ളത്. അതേസമയം ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾ തള്ളി നിയുക്ത മേയർ നിജി ജസ്റ്റിൻ രംഗത്തെത്തി. വിവാദങ്ങൾ തന്നെ ബാധിക്കില്ല. താൻ ഒരുപാട് പദവികൾ വഹിച്ച വ്യക്തിയാണ്. വിവാദങ്ങളിൽ മറുപടി പറയേണ്ടത് നേതൃത്വമെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. ഞാൻ അതിന് പ്രതികരിക്കാൻ പറ്റിയ സമയമല്ല. ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് നേതൃത്വമാണ്. ഈ വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിവാദങ്ങളിലൊന്നും നമ്മൾ പകയ്ക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു 27 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് സ്ഥാനമാനങ്ങൾ വരും പോകും. ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊന്നും ലാലി ജെയിംസിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. തീരുമാനത്തിൽ പരാതിയുണ്ടെങ്കിൽ KPCC നേതൃത്വത്തെ അറിയിക്കുകയാണ് വേണ്ടത്. കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എല്ലാം പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. മുതിർന്ന നേതാക്കളായി സംസാരിച്ചിട്ട് ഞാനെടുത്ത തീരുമാനമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് KPCCയെ സമീപിക്കും. കാശ് മേടിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണേനും മേടിച്ചുകൂടെ? അപ്പോൾ അവരാർക്കാണ് ഈ 4 പ്രാവശ്യം പെട്ടി കൊടുത്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വിപ്പ് സ്വീകരിക്കണമെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ. വിവാദങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കണമെന്നും തേറമ്പിൽ പറഞ്ഞു. ആര് എന്തു പറയുന്നു എന്നതിന് മറുപടി പറയുന്നത് ഞാനല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കും. അതിൽ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമൊക്കെ പാർട്ടിക്ക് വിധേയരാകണം. ലാലി ജെയിംസിനെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങുകയാണ് DCC. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.